ഫെബ്രുവരി 5-ാം തീയതി ഡൽഹിയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ്, BJP, ആം ആദ്മി പാർട്ടികൾ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു. 5 വർഷത്തിലൊരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉച്ചഭാഷിണിയുമായി വോട്ടിനു വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ 3 മുന്നണികളും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായ പ്രയോജനമൊന്നും ചെയ്തിട്ടുള്ളവരല്ല. കഴിഞ്ഞ 10 വർഷമായി ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി മന്ത്രിസഭ അടുത്ത കാലം വരെ ഭരണം നടത്തി വരികയായിരുന്നുവല്ലോ. എന്നാൽ ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്ന BJP വ്യാജ കേസ് ചമച്ച് ജയിലിലിട്ടിരുന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ കുറ്റവിമുക്തനായി ജയിൽ മോചിതനായെങ്കിലും അദ്ദേഹം തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല, മന്ത്രിസഭാംഗമായിരുന്ന ആതിഷി മർലേന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഇലക്ഷൻ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വീണ്ടും BJPയുടെ ശക്തമായ പല ആക്രമണങ്ങളെയും നേരിടേണ്ടതായി വന്നു. ഈ സാഹചര്യങ്ങളിലൊന്നും ഡൽഹി പോലീസ് ശരിയായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ്. ശ്രീ കെജ്രിവാൾ ഡൽഹിയിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഡൽഹി നിവാസികൾക്ക് അതൊന്നും പ്രാപ്യമായിട്ടില്ല എന്നതാണ് സത്യം. ഭരണം കിട്ടാൻ വേണ്ടി പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങളുടെ പെരുമഴ പോലെ തന്നെ ഡൽഹിയിൽ ഇപ്പോഴും മാലിന്യങ്ങളുടെ കൂമ്പാരം തന്നെയാണ്. NCDയുടെ ഭരണം AAPയുടെ കയ്യിൽ വന്നുവെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നത് നഗരത്തിലെ ഓരോ റോഡിലും അവിടെയായി കാണുന്ന മാലിന്യക്കൂമ്പാരത്തിലേക്ക് നോക്കിയാൽ അറിയാം. എന്നാൽ 140 വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയാവട്ടെ ഇത്രയും കാലം ഭരിച്ചിട്ടും ദേശീയ തലസ്ഥാനമെന്ന നിലയിൽ ഡൽഹിക്ക് കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആവട്ടെ ഭരണപരാജയം കൊണ്ട് രാജ്യത്തിനോ സംസ്ഥാനങ്ങൾക്കോ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് എതിർ പാർട്ടികളെ ഏത് മാർഗം ഉപയോഗിച്ചും തറ പറ്റുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. BJPക്ക് തങ്ങൾ ചെയ്തതായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത കാരണത്താൽ AAPയെ കുറ്റം പറയുക എന്ന ഒറ്റക്കാര്യം മാത്രമേ ആയുധമായിട്ടുള്ളൂ. കോൺഗ്രസിനെതിരായി ഒന്നും തന്നെ BJP പറയുന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അടുത്തപ്പോഴേക്കും ശ്രീ കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാനായി BJP കള്ളക്കേസുകൾ മെനഞ്ഞ് അതൊരു AAPക്ക് തിരിച്ചടിയായി ലോക്സഭയിലേക്ക് ഒരു MPയെ പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ വന്നപ്പോൾ BJP ഇപ്പോൾ വീണ്ടും ശ്രീ കെജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ കരിവാരിത്തേച്ച് അതിലൂടെ വിജയം കണ്ടെത്താനാണ് BJP ശ്രമിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിലുള്ള ഡൽഹി പോലീസ് സമ്പൂർണ്ണ പരാജയവുമാണ്. ഡൽഹി പോലീസിനെയും ലഫ്റ്റനന്റ് ഗവർണറെയും ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റാതെ വണ്ണം അരാജകത്വം സൃഷ്ടിക്കുകയാണ് BJP ചെയ്യുന്നത്. അടുത്ത കാലത്ത് ദളിതർക്ക് വേണ്ടി AAP ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ BJP എന്താണ് ദളിതർക്ക് വേണ്ടി ചെയ്തതെന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. യാതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ മോശമായി ചിത്രീകരിച്ച് കള്ളക്കഥകൾ മെനഞ്ഞു കേസുകൾ ഉണ്ടാക്കി അവരെ പരാജയപ്പെടുത്തുക എന്ന ഒരു നയം മാത്രമാണ് BJP ഇവിടെ ചെയ്യുന്നത്. ചുരുക്കത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് മാത്രമേ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളൂ. ഇലക്ഷൻ സമയത്ത് ആം ആദ്മി പാർട്ടി കുറ്റക്കാരാണെന്ന് തെളിയിക്കണം, ഇതാണ് BJPയുടെ തന്ത്രം. എന്നാൽ BJP ആകട്ടെ ജനങ്ങൾക്കൊരു ഗുണവുമില്ല, ഉള്ളതൊക്കെ ദോഷവുമാണ്. കോൺഗ്രസ് ആകട്ടെ യാതൊരു ഗുണവുമില്ലാത്ത പാർട്ടിയായി ഡൽഹിയിൽ മത്സരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ BJP ഇലക്ഷന് തൊട്ടു മുൻപ് AAPയിൽ വീണ്ടും സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത 8 സിറ്റിംഗ് MLAമാരെ ചാക്കിട്ട് പിടിച്ച് BJPയിൽ ചേർത്ത് AAPക്കെതിരായുള്ള ഒരു പ്രധാന പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നു. അവരുടെ കൂട്ടുരാജിയുടെ സമയവും അവർ കൂട്ടുമായി BJPയിൽ ചേർന്നതും കൂട്ടി വായിച്ചാൽ ഇത് BJPയുടെ കുതന്ത്രമാണെന്ന് വ്യക്തമാണ്. മാത്രവുമല്ല, അവരുടെ രാജി തങ്ങളെ ബാധിക്കില്ല എന്ന് AAP അധ്യക്ഷൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും അധികാരത്തിനു വേണ്ടി മാത്രമായുള്ള രാഷ്ട്രീയവും അധികാരം കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങൾ വിഡ്ഢികളാവുകയും ചെയ്യപ്പെടുന്ന ഇലക്ഷൻ എന്ന പ്രഹസനത്തിന് ഡൽഹി അടുത്ത ദിവസം സാക്ഷ്യം വഹിക്കും.